ഇന്ന് രാവിലെ നിയമസഭയിൽ സംസ്ഥാനം അതിദരിദ്ര വിമുക്തമായിട്ടുള്ള അല്ലെങ്കിൽ മുക്തമായിട്ടുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി, വലിയ വിഷയമായി. ഇന്ന് വൈകുന്നേരം കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാലും പ്രമുഖരായിട്ടുള്ള കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നടന്മാർ 3 പേര് കൂടി ഈ അതിദരിദ്ര മുക്തമായിട്ടുള്ള ഒരു കേരളത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് സംബന്ധമായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ 10-20ഓളം ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക ശാസ്ത്രജ്ഞരും ആക്ടിവിസ്റ്റുകളുമായിട്ടുള്ള വളരെ പ്രമുഖരാണ്. അവരൊക്കെ ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായി വക്താക്കളായി നിന്നവരും സമ്പൂർണ്ണ സാക്ഷരത മുതൽ ജനകീയാസൂത്രണം മുതൽ നാളിതുവരെ ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ജിഹ്വകളായിട്ട് നിന്നവരാണ്. ചെറിയ ആളുകളല്ല. ഡോക്ടർ KP കണ്ണൻ, പിന്നെ CDSൻ്റെ മുൻ ഡയറക്ടറാണ് ഡോക്ടർ RVG മേനോൻ, അങ്ങനെ തുടങ്ങി വളരെ പ്രമുഖരായിട്ടുള്ള ഡോക്ടർ AA ഉമ്മൻ തുടങ്ങി MA ഉമ്മൻ തുടങ്ങി വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് ഒപ്പുവെച്ചത്. അപ്പോൾ അതൊരു ഒരു ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ഒപ്പുവെച്ചവരെയെല്ലാം ജനവിരുദ്ധരായി പ്രഖ്യാപിക്കുന്നുണ്ട്. 1970-കൾ മുതൽ ഭാരതത്തിൽ നടന്നു വരുന്ന 100 കണക്കിന് പരിപാടികളുണ്ട്. അങ്ങനെ 100 കണക്കിന് പരിപാടികളുടെ ഒരു ബാക്കി പത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നിലയിലാണ് ഈ അതിദാരിദ്ര്യമൊക്കെ മുമ്പോട്ട് നീക്കി പോകുന്നത്. അത് രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ 1978-79 മുതൽ IRDP ഉണ്ട്, ദാരിദ്ര്യ വിമുക്ത പരിപാടികളുണ്ട്, കേന്ദ്ര തൊഴിൽ പരിപാടികളുണ്ട്. 1985-2015 ദേശീയ ഭവന നിർമ്മാണ പദ്ധതിയിൽ വന്നു, ഇന്ദിരാഗാന്ധി ആവാസ് യോജന വന്നു, സ്വജൽധാര വന്നു, സ്വച്ഛ ഭാരത് മിഷൻ വന്നു, MGN തൊഴിലുറപ്പ് വരെ വന്നു, 2005 കുടുംബശ്രീ വന്നു, അതിനു മുമ്പ് തന്നെ SHG ഗ്രൂപ്പുകളുടെ പരിപാടികൾ വന്നു, EPEP വന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് പരിപാടികൾ ഭാരതത്തിൽ വന്നു. അതിൻ്റെ എല്ലാം ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് ഈ അതിദരിദ്ര വിമുക്തമെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഒക്കെ അടങ്ങുന്ന ഒരു സാമൂഹ്യ ആക്ടിവിസ്റ്റുകൾ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ദാരിദ്ര്യത്തെ എങ്ങനെയാണ് നിർവചിക്കുക എന്നുള്ളതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ ആളുകളും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉള്ള ഒരു ദാരിദ്ര്യത്തിൻ്റെ ഇൻഡെക്സ് ആണോ, സമൂഹം കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ട് ആളുകളൊക്കെ മെച്ചപ്പെട്ട് സാമ്പത്തിക അവസ്ഥയൊക്കെ മെച്ചപ്പെട്ട് വരുമ്പോൾ അവിടെ ജീവിക്കുന്ന സാധാരണ ആളുകളുടെ ദാരിദ്ര്യം എങ്ങനെയാണ്? അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഇൻഡെക്സിനെ സംബന്ധിച്ച് കാറൽ മാർക്സും തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. കാറൽ മാർക്സിയനാണ്. അപ്പോൾ കാറൽ മാർക്സും ഒരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഇതുവരെ പഠിച്ചിട്ട് തീരാത്തൊരു വിഷയമാണ് ഈ ദാരിദ്ര്യം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അത് വലിയ സങ്കീർണമായൊരു വിഷയമാണ്. ഇവിടെ അതിദരിദ്രർ എന്ന് പറഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഗവൺമെൻറ്റിന്. അതാണ് ഈ പ്രതിപക്ഷമൊക്കെ കയറി പിടിച്ചത്. അതിതീവ്ര ദരിദ്രർ എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഇൻറ്റൻസീവായിട്ടുള്ള കുറച്ചുകൂടി എക്സ്ട്രീമിലി ഇൻറ്റൻസീവ് പോവർട്ടി എന്ന് പറഞ്ഞെങ്കിൽ, അതിതീവ്രർ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നും പിടിക്കാം. ഇതിപ്പോൾ ഇവർ അതിദരിദ്രർ എന്ന് പറഞ്ഞപ്പോൾ 5,91,194 പേര് അന്നയോജന പിന്നെന്താണ് AAY അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ അതിദരിദ്രർ എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് കാർഡ് ഉപയോഗിച്ച് റേഷൻ വാങ്ങുന്നുണ്ട്. 35 കിലോ അരി വെച്ച് കിട്ടുന്നുണ്ട്, അവർക്ക് സൗജന്യമാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് ഇനി അരി കിട്ടുമോ? പണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനം നടത്തിയപ്പോൾ എല്ലാവരും സാക്ഷരരായെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സാക്ഷരതാ ഫണ്ട് നിർത്തിയതുപോലെ AAY അതായത് അന്ത്യോദയ അന്ന യോജനയിൽ ഇനി ഞങ്ങൾ ദാരിദ്ര്യമുക്തരായിട്ട് എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി, ദാരിദ്ര്യം മീൻസ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ അതിദരിദ്രരില്ലാത്തൊരു സമൂഹമാണെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇനി എങ്ങനെയാണ് നമ്മളെ സമീപിക്കുക എന്നൊരു ആശങ്ക ഈ സാങ്കേതിക വിദഗ്ധർ ചോദിക്കുന്നുണ്ട്, ഈ ആക്ടിവിസ്റ്റുകൾ. പിന്നെ ചോദിക്കുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് എന്താണ്, സർവേ എന്താണ്, കാര്യങ്ങൾ എന്താണ്? നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടി വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിലെ ആദിവാസി പോപ്പുലേഷൻ എത്ര, അവർ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വീട് ആരാണ് ഈ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത്, അവരുടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലാറ്റൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ആരാണ്, ഇനി എത്ര പേർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്, ലൈഫ് മിഷനിൽ വീട് കൊടുത്ത് കുറച്ച് പേർക്ക്, ബാക്കി എത്രയുണ്ട്, തീരദേശ പ്രദേശങ്ങളിൽ എത്രയാണുള്ളത്. ഇനി വേറെ തമാശ ഞാൻ പറഞ്ഞുതരാം, വളരെ രസകരമായൊരു തമാശയുണ്ട്. 60 വയസ്സ് വരെ സയൻറ്റിഫിക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് EPF കിട്ടുന്നവരാണ്, എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് കിട്ടുന്നവരാണ് ഞാനീ പറയുന്നത്. കശുവണ്ടി, കൈത്തറിയൊക്കെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പിന്നെ കുറേ സയൻറ്റിഫിക് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഗവേഷണ സ്ഥാപനം, അവർക്ക് 60 വയസ്സാണ് വരെയൊക്കെ ജോലി ചെയ്യാം. ചിലർക്ക് 65 വയസ്സ് വരെ ജോലി കഴിയുമ്പോൾ അപ്പോഴവർക്ക് തുക കിട്ടും, പെൻഷൻ വരും. പക്ഷേ അതെല്ലാം കൊടുത്ത് മക്കളെ എല്ലാം കല്യാണം പഠിപ്പിച്ചാൽ 2,000-2,500 രൂപയാണ്, 2,000-2,500 രൂപയാണ് പിന്നെ അവർക്ക് പെൻഷൻ കിട്ടുന്നത്.
അവരെല്ലാം ഏത് പട്ടികയിൽ വരും? വലിയൊരു വിഷയമാണ്. ആശാ വർക്കേഴ്സിന് കിട്ടുന്നത് 250 260 രൂപയാണ് ഒരു ദിവസം. അവരേത് പട്ടികയിൽ വരും? അതുപോലെ തന്നെ അങ്കണവാടിക്കാർക്ക് പെൻഷൻ കിട്ടുന്നത് 2500 രൂപയും 1500 രൂപയാണ്. അവർ ഏത് പട്ടികയിൽ വരും? തമാശ എന്തെന്ന് വെച്ചാൽ 40 വർഷം 45 വർഷം അങ്കണവാടിയിൽ ജോലി ചെയ്ത ഹെൽപ്പർക്ക് കിട്ടുന്നത് 1500 രൂപ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപ. ഇനി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഹെൽപ്പർക്ക് കിട്ടുകയുമില്ല, കാരണം മറ്റേ പെൻഷൻ കിട്ടുന്നതുകൊണ്ട്. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു ദാരിദ്ര്യ ചിത്രം കേരളത്തിൽ നിൽക്കുമ്പോൾ ശാരദാ മുരളീധരൻ IAS, നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളി IAS അല്ലെങ്കിൽ കുറേ കളക്ടർമാർ IASമാരെല്ലാം കൂടി ഇങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്തെന്ന് കേരളം ഇനിയും പുറത്ത് പറയണം. അത് ഗൗരവമായൊരു സാമൂഹ്യ വിഷയമാണ്, ഒരു സാമ്പത്തിക വിഷയമാണ്, ഒരു പാരിസ്ഥിതിക വിഷയമാണ്, ഒരു സോഷ്യൽ ഇൻഡെക്സിൻ്റെ വിഷയമാണ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ വിഷയമാണ്, കേരള സംസ്ഥാനത്തിൻ്റെ സഹായത്തിൻ്റെ വിഷയമാണ്. കേരളത്തിൽ ശരിക്കും ദരിദ്രരും അതിദരിദ്രരും അതിതീവ്ര ദരിദ്രരും എത്ര പേരുണ്ട്? അത് തീരദേശം മുതൽ മലയോരം വരെ എടുത്താൽ ഓരോ വിഭാഗത്തിൽ എത്രയുണ്ട്? അത് അഗതികളായിട്ടുള്ള, ഡിസ്ട്രിബ്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്നവരോ അനാഥരായിട്ടുള്ള ആളുകളുടെ കണക്കെടുക്കരുത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരം വെങ്ങാനൂരിലുള്ള ഒരു അഗതി മന്ദിരത്തിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുപോയി, പൈസ വാങ്ങിക്കൊണ്ടുപോയി. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അഗതി മന്ദിരങ്ങളിൽ നിന്ന് പലയിടത്തുനിന്ന് ഇവിടെ ആളുകൾ വരും. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇന്ന് വന്നവരോട് ചോദിച്ചു, നിങ്ങൾ അതിദരിദ്ര വിമുക്ത കേരളത്തിൽ നിങ്ങളില്ലേ എന്താണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക്, സാർ ഇതൊക്കെ ചുമ്മാ പേപ്പറിൽ പറയുന്നതാണ്, കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോഴും ധാരാളം അതിദരിദ്രരുണ്ട്. ഫയലിൽ ദാരിദ്ര്യം മാറ്റി ഫീൽഡിൽ അതിദരിദ്രരുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ വാക്കാണ്, ഞാൻ ഒരു ഗവൺമെൻറ് പദ്ധതി തള്ളിപ്പറയുന്നില്ല. നമ്മൾ പല കാര്യങ്ങളെയും മനോഹരമായിട്ട് നമ്മൾ എഴുതി പിടിപ്പിക്കും, പക്ഷേ ഫീൽഡിൽ പോയി നോക്കുമ്പോൾ ചിത്രം വേറെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പുതിയൊരു രീതിയിലേക്ക് കേരളം വരണം. എന്തായാലും ദാരിദ്ര്യം, അതായത് സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ ഉപരി ആശയ ദാരിദ്ര്യവും സംവാദ ദാരിദ്ര്യവും കേരളത്തിൽ, ബൗദ്ധിക ദാരിദ്ര്യവും വളരെ വലുതാണ്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകേണ്ടത് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് അത്യാവശ്യമാണ്. അതിൽ വലിയ ആശങ്കയുണ്ട്.